അത് സാറേ, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 23 വയസ്സേ ഉള്ളൂ ഈ സനറുൽ അനം എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്. 22 വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത്, സാവരിയ ബസന്തിനുള്ളത്. ഈ 23 വയസ്സിനിടയിൽ കഴിഞ്ഞ മാസം ഡിസംബറിലാണ് സാവരിയ ഉസ്ബെക്കിസ്ഥാനിലേക്ക് മെഡിക്കൽ പഠനത്തിൽ പോകുന്നത്. ഇപ്പോൾ 6 മാസമാവുന്നു. ഈ 6 മാസത്തിനിടയിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ക്രൂരമായ പീഡനത്തിന് ഈ കുട്ടി ഇരയായി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ എത്രമാത്രം കൊടും ക്രിമിനലാണ്. ഞാനിതിനെ ഉപമിക്കുന്നത് ഈ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആളുകളുണ്ടല്ലോ, പാലസ്തീൻ തട്ടിക്കൊണ്ടുപോയ, അല്ല പാലസ്തീനിൽ നമ്മുടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ, പാലസ്തീനിലേക്ക് തട്ടിക്കൊണ്ടുപോയ ആ പെൺകുട്ടികളെ, ആ സ്ത്രീകളെ അവരുടെ തടവറയിൽ വെച്ച് എത്ര മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്നു. അതിന് സമാനമായിട്ടുള്ള ശാരീരിക പീഡനം ഈ പെൺകുട്ടി, അതായത് ഞാൻ പറയുന്നത് ശരീരത്തിലുള്ള അതിക്രമം അതിന് വിധേയമായിരുന്നു. അപ്പോൾ ഇവൻ 23 വയസ്സിനിടയിൽ എത്രമാത്രം മാനസികമായ വികല മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ഇവനെന്ന് ചിന്തിക്കണം. ഇവൻ മതം മാറ്റുക എന്നുള്ളത് ഈ ഒരു പെൺകുട്ടി ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് ഇത് ഇവൻ്റെ ഒരു അജണ്ടയാണ്, ഓർഗനൈസ്ഡ് ക്രൈമാണിത്. ഇത് ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ, ഇവരുടെയൊക്കെ ജിഹാദിൻ്റെ ഭാഗമായിട്ട് അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ജിഹാദിയാണ് ഈ സനറുൽ അനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയോ കാലങ്ങൾക്കും 2012 മുൻപ് 2009 ജേക്കബ് ന്യൂസ് DGP ആയിരിക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച് ആദ്യത്തെ വിമർശനങ്ങൾ, ആദ്യത്തെ വിവാദങ്ങൾ ഉയരുന്നത്. എന്താണ് ജേക്കബ് ന്യൂസ് ഹൈക്കോടതി കൊടുത്തത്? ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നീട് റിട്ടയർ ചെയ്ത ശേഷം DGP ആയ R. ശ്രീലേഖൻ പറഞ്ഞത് കേരളത്തിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലീസ് അതിന് നേരെ കണ്ണടയ്ക്കുന്നു പല ഘട്ടങ്ങളിൽ. ഇവിടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ നിമിഷ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ആ വിശ്വാസത്തിൻ്റെ കൂടെ നിന്ന ആ കുടുംബത്തിൽ നിന്നുള്ള നിമിഷ പോയി. എവിടേക്ക് പോയി? നിമിഷ ആരാണ് മതം മാറ്റിയത്? ജനം TV 2016 ഞാൻ കൊടുത്ത വാർത്തയാണ്. ഒരു ഡോക്ടർ നമ്മുടെ തലസ്ഥാന നഗരത്ത് പ്രസ് ക്ലബിന്റെ തൊട്ട് താഴെയുള്ള ഒരു പള്ളിയിൽ വച്ച്, മസ്ജിദ് വെച്ച് മതം മാറ്റുന്നു. ഈ ഡോക്ടർ വെഞ്ഞാറമ്മൂട്ടിൽ താമസിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ വാർത്ത കൊടുത്തു, ഫോട്ടോ അടക്കം. അതിനുശേഷം ദുബായിൽ നിന്നോ അബുദാബിയിൽ നിന്നോ നമ്മുടെ ജനം TV ഓഫീസിലേക്ക് വിളിക്കുന്നു. ഞാൻ നിരപരാധിയാണ്, ഞാൻ പ്രണയിച്ചു, പിന്നീട് ഞാൻ പോയി. സംഭവിച്ചെന്താ? പ്രണയം നടിച്ച് ആദ്യ വിവാഹം ചെയ്ത ശേഷം മൊഴി ചൊല്ലിയാണ് രണ്ടാം ഭർത്താവിന് കൊടുത്തത്, ആ ഡോക്ടർക്ക് കൊടുത്തത്. അതിന് സമാനമാണ് സോണി സെബാസ്റ്റ്യൻ്റെ ഈ സംഭവം. അങ്ങനെ മെറിൻ എന്ന് പറയുന്ന പെൺകുട്ടി, അങ്ങനെ എത്രയോ പേർ കാസർഗോഡ് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. എന്താ കേരള പോലീസ് അന്വേഷിച്ചത്? കേരള പോലീസ് എന്ത് ചെയ്തു? ഇവിടെ മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം 400ഓളം പെൺകുട്ടികൾ മതം മാറ്റപ്പെട്ടു. അതിൽ 41 പേർ മാത്രമാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞ PC ജോർജിനെ ഏറ്റവും വലിയ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു. PC ജോർജിന് സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവാദമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. കല്ലറങ്ങാട്ട് പിതാവ് എന്താ പറഞ്ഞത്? ഇത് യാഥാർത്ഥ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? ഇത് ആ വെള്ളാപ്പള്ളി നടേശനും കല്ലറങ്ങാട്ട് പിതാവിനെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ വലിയ ഫത്വ പുറപ്പെടുവിച്ചില്ലേ? ഈ സംഭവിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് ഹിന്ദു സമൂഹം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപജയം. ഇവിടെ ഇത് ഞാൻ പറയുന്ന 23, വീണ്ടും ഞാൻ അതിലേക്ക് വരുന്നു. അങ്ങ് ചിന്തിച്ചു, 23 വയസ്സായ ഒരു ചെറുപ്പക്കാരന് ഇത്രമാത്രം ക്രൂരനാവാൻ എങ്ങനെ പറ്റും? 23 വയസ്സിൽ ഈ പറയുന്ന MBBS പഠനത്തിന് പോകുന്നവനാണെങ്കിൽ സ്വാഭാവികമായും അവൻ്റെ ഉള്ളിൽ പഠിക്കുക, പ്രൊഫഷണൽ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കില്ല ആഗ്രഹം. പക്ഷേ ഇവൻ്റെ മനസ്സിൻ്റെ ആ ക്രൂരത മനസ്സിലാക്കണം. ഇവൻ ആ പെൺകുട്ടി 6 മാസത്തിനിടയിലുള്ള ബന്ധം മാത്രമുള്ള ആ കുട്ടിയെ ഇത്രയും മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവനൊരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ്. ഇവനൊരു ജിഹാദി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇവന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ, അതും ഏറ്റവും നല്ല കുടുംബത്തിലെ നമ്മൾ ചിന്തിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മലപ്പുറത്ത് ഗ്രീൻ വാലി മറ്റൊരു മത പരിവർത്തന സ്ഥാപനം, പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല, അവിടേക്ക് ഹിന്ദു ഐക്യവേദിയൊക്കെ മാർച്ച് നടത്തിയത്. എനിക്കത് പ്രജിത്തിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. മലപ്പുറം മഞ്ചേരിയിൽ അവിടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഈ നിമിഷ ഫാത്തിമ ഇത് സംഭവത്തിന് ശേഷം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ, ഞാൻ ആളെയൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം, ഞാൻ പറയില്ല, പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ മകളെ മാസങ്ങളും വർഷങ്ങളും അവിടെ തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചു. ആ പെൺകുട്ടി അമ്മയെ വിളിച്ച് കഴിഞ്ഞ് തിരിച്ച് എനിക്ക് വരണം, വിട്ടില്ല.
കേരള പോലീസ് വിട്ടില്ല. അവർ ഈ ഒരു ആർമി ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് അവർക്ക് പരിമിതിയുണ്ട് ഈ അവരുടെ പേര് പുറത്തു പറയുന്നതിന്. ആ വാർത്തയും നമ്മൾ കൊടുത്തു. ഒടുവിൽ അന്ന് കുമ്മനം ആ മഞ്ചേരിയിലെ ആ സ്ഥാപനത്തിന്റെ മുന്നിൽ വലിയൊരു പ്രക്ഷോഭം നടത്തി. അപ്പൊ ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. കേരള പോലീസിന് ഇതറിയാം, കേരളത്തിലെ ഉദ്യോഗസ്ഥലത്തിന് ഇതറിയാം. പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് പിന്നിൽ വലിയ വലിയ ജിഹാദാണ്. ഇത് ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള ക്രൂരമായ ജിഹാദിസം കേരളത്തിലേക്കും എത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സാവരിയ ബസന്തിൻ്റെത് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല.